ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴി വാളയാർ എത്തിയപ്പോൾ ട്രാവൽ ലോഞ്ച് എന്ന് പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പെയ്ഡ് റെസ്റ്റ് റൂം ആൻഡ് അക്കോമഡേഷൻ കണ്ടു. വെളിയിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് സ്ട്രക്ചറും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കയറി. അവിടുത്തെ വിഷ്വൽസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോസെല്ലാം കണ്ടവർക്കറിയാം, ജൂലൈ ലാസ്റ്റ് വീക്ക് ഞാൻ കോയമ്പത്തൂർ റാലി ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടി പോയിരുന്നു. അതിനുശേഷം കോയമ്പത്തൂർ അവനാശി റോഡിൽ തന്നെയുള്ള വിൻറ്റേജ് കാർ മ്യൂസിയം, അതായത് GD നായിഡു മ്യൂസിയവും പോയി. അങ്ങനെ കോയമ്പത്തൂരിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കൊല്ലങ്കോടെ ലാൻഡ്സ്കേപ്പ് സീനറി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ പോകുന്ന വഴിക്കാണ് ഞാനിവിടെ ഹോൾട്ട് ചെയ്തത്. കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അതെനിക്ക് വളരെ വലിയൊരു പ്രോത്സാഹനമായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങളിവിടെ എത്തുന്നത്. പാർക്ക് ചെയ്യാൻ നല്ലതുപോലെ സ്ഥലം കണ്ടു. നല്ല മോഡേൺ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ഡിസേബിൾഡ് പാർക്കിംഗ് സ്പേസ് റിസർവ് ചെയ്തിരിക്കുന്നത് കാണാം. വീൽ ചെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റാമ്പ് ആക്സസ് ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിന് ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. മഴയത്ത് എങ്ങനെയാണ് EV കാറുകൾ ചാർജ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചാർജിങ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ പോയി നോക്കി. നമുക്കിനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വളരെ പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ലൗഞ്ച് ഫെസിലിറ്റി ഇവിടെ കാണാം. ഇലക്ട്രിക് വെഹിക്കിൾ പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്ഥലമാണ് വെയിറ്റ് ചെയ്യാനും. അതേസമയം ഇവിടെ ഒരു മസാജറുണ്ട്, റിലാക്സ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഒരു പ്രീമിയം കഫേ ഉണ്ട്. ഫുഡ് ഇവിടെ തന്നെ സെർവ് ചെയ്യും. ഈ ബിൽഡിംഗ് സ്ട്രക്ചർ കാണാൻ തന്നെ അകത്തുനിന്ന് ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 5 ഡയറക്ടേഴ്സിനെ കാണാം. കൂടാതെ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലനെയും ഈ ഫോട്ടോയിൽ കാണാം. ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ പെയ്ഡ് വാഷ്റൂംസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിസപ്ഷനിസ്റ്റിൻ്റെ പെർമിഷനോട് കൂടി ഈ പാസേജിലൂടെ മാത്രമേ അക്കോമഡേഷൻ ആണെങ്കിലും റെസ്റ്റ് റൂം ആണെങ്കിലും എൻ്റർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സോളോ ട്രാവലേഴ്സിനും ഫീമെയിൽ ട്രാവലേഴ്സിനും ഒക്കെ സെക്യൂരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 24 hours സേഫാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ താരിഫ്. നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റ് റൂമും അതേപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും വളരെ പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത കാര്യം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രീമിയം കഫേയാണ്. നല്ല ഒരു മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേസ്ട്രി പോലുള്ള കാര്യങ്ങൾ 24 hours അവൈലബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ. അടുത്തതായി ഇനി ഇവിടെ ഉള്ളത് ഒരു മിനി സ്റ്റോറാണ്. വളരെ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ട്രാവലേഴ്സിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ബാക്കി സ്പേസിൻ്റെ കൂട്ട് തന്നെ ഇതും വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് കൂടാതെ നോർമൽ ടീ ആൻഡ് സ്നാക്സ് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാവുന്ന രീതിയിൽ വെളിയിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഒരുപാട് റൈഡേഴ്സും ഒരുപാട് ട്രാവലേഴ്സ് എല്ലാം തന്നെ പെട്ടെന്ന് കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കയറാറുമുണ്ട്. ഇത്രയുമായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.